വഖഫ് ബോർഡ് പുനഃസംഘടനാ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കാൻ തീരുമാനിച്ചത് മുൻ സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് മുസ്ലിം വിരുദ്ധ വികാരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ആരോപണം. സുപ്രീം കോടതിയിൽ AG സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച് CPM നേതൃത്വവും രംഗത്തെത്തി. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിവാദം ആളിക്കത്തുമ്പോഴാണ് വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ രംഗപ്രവേശം. വഖഫ് ബോർഡിൽ അമുസ്ലിം നിയമനം മുൻ സർക്കാർ അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് നിയമനം നടത്താതിരുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഈ കാര്യം മറച്ചുവെച്ചാണ് പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്താൻ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി തള്ളണം എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതി തള്ളിയില്ല. അതേ കാര്യമാണ് സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ് ആവർത്തിച്ചത്. മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അതേസമയം സുപ്രീം കോടതിയിൽ AG സ്വീകരിച്ച നിലപാടിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. AGയുടെ നിലപാട് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. BJPയുടെ നിലപാടിനെ സർക്കാർ പിന്തുണച്ചെന്നാണ് മുൻ നിയമമന്ത്രി P രാജീവിന്റെ വിമർശനം. സംസ്ഥാന ഗവൺമെന്റ് പറയേണ്ടിയിരുന്നത് സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അമുസ്ലിമുകൾക്ക് വഖഫ് ബോർഡിൽ ഇടമില്ല, അത് ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഇങ്ങനെ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നത് വരെ ഈ രണ്ടുപേരെ ഒഴിവാക്കിയിട്ടുള്ള ഈ നടപടി അംഗീകരിക്കണം ആയിരുന്നു പറയേണ്ടിയിരുന്നത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നതിൽ മുസ്ലിം സംഘടനകൾ കടുത്ത എതിർപ്പുയർത്തുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിലും അമുസ്ലിങ്ങളെ നിയമിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.